ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ വന്ന് BB ഹൗസിൽ. അപ്പം ഇന്ന് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആ പുള്ളിയാണ് പുറത്ത് പോയിരിക്കുന്നത്. കാരണം പുള്ളി നല്ലൊരു അവിടുത്തെ നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് ചോദിച്ചാൽ ഞാൻ പുള്ളിയിൽ നിന്നും നല്ലൊരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളി കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിടത്ത് ചുമ്മാതെ സംസാരിച്ച് നടക്കുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ അനുമോളുടെ ഒരു ചെറിയ നാടകം. പുള്ളിക്കാരി എല്ലാം ചെയ്തിട്ട് നല്ല കുഞ്ഞ് ചമഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ചൊറി അനുമോളാന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പല പല കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്ത് അനുമോള് ഇങ്ങനെ ഒരു നമ്മുടെ പൂച്ചയ്ക്ക് പാല് വയ്ക്കുമ്പം പൂച്ചയിൽ മാത്രം തുടങ്ങത്തില്ലേ, ആ രീതി ഈ അനുമോള് നടക്കുന്നു. നമ്മൾ 24/7 കാണുമ്പോൾ നമുക്കറിയാം. കാരണം അന്ന് നിസ്സാര ഒരു കാര്യം വലിയ രീതിയിൽ അത് നടത്തി കൂട്ടിയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അനുമോളിനോട് ഫസ്റ്റ് എനിക്ക് പുള്ളിക്കാരി ഈ കളിക്കുന്ന മൊത്തം ഡ്രാമയെന്ന് തോന്നാൻ കാരണം അന്ന് സെക്കൻഡ് ഡേയിൽ നമ്മൾ നടന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിന് പുള്ളിക്കാരി അവരൊപ്പം സപ്പോർട്ട് ചെയ്താണ് നിന്നത്. അതൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് തന്നെ പറയാം. സ്ത്രീകൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അതിന് നല്ല രീതിയിൽ സംസാരിക്കണം തന്നെ പറയണം. അല്ലാതെ ഇങ്ങനെ സീരിയലും ഫോട്ടോഷൂട്ടും നടന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളാവില്ല. നമ്മളൊരു സ്ത്രീനെ ആര് രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു അതൊരു ദ്രോഹം തന്നെയെന്ന് പറയാം. അങ്ങനെ പരസ്യമായിട്ട് അവരൊരു എടുത്ത് കാണിച്ചത് അതൊരു മോശമായ രീതി തന്നെയാണ്. പക്ഷേ അത് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ അത് അത്ര വലിയ ചർച്ചയാക്കിയോ സംസാരമാക്കിയോ ചെയ്തില്ല. അതങ്ങനെ ഒരു സാധാരണ ഒരു പ്രശ്നമായിട്ട് തന്നെ അങ്ങ് വിട്ടു. ഇനി അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇനിയും അങ്ങോട്ട് സമയങ്ങൾ കിടക്കല്ലേ, ഇനിയും പല പല കാര്യങ്ങളും ഉണ്ടാവും അവിടെ. പിന്നെ അപ്പാരി ശരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു നമുക്ക് വിശ്വസിക്കാം. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അനാവശ്യമായ ഈ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു വിവരമില്ലാത്ത മനുഷ്യർ സംസാരിക്കുന്ന രീതിയും പ്രവൃത്തിയാണ് അപ്പാനിശരത്തോടെ കാണിച്ചുകൊണ്ടിരുന്നത്. അത്ര മാന്യതായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയതുമില്ല. പല രീതിയിലും ആ റൗഡിസം പുള്ളിയുടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മാതിരി ഒരു ഫീല് തന്ന്. പിന്നെ ഇപ്പോൾ അഭിലാഷിൽ കണ്ടതൊരു ചെറിയൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് കണ്ട്. കാരണം ഇവർക്കൊക്കെ പന്തുരുട്ടി കളിക്കുന്ന മാതിരിയാണ് അനീഷ് തറ എന്നുള്ളൊരു വ്യക്തി. കാരണം ഇവരാരും അറിയുന്നില്ല ഇവരാണ് അനീഷിനെ ഇങ്ങനെ പിടിച്ച് കുലുക്കി നിർത്തിയിരിക്കുന്നതെന്ന് ഇവരറിയുന്നില്ല. പുള്ളിക്ക് കണ്ടൻ്റ് ആക്കി കൊടുക്കുന്ന ഇവർ തന്നെയാണ്. ഇവരാണ് പുള്ളീനെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മളും ഒരു മനുഷ്യ സ്നേഹം വെച്ചിട്ട് നമ്മളെല്ലാവരും പുള്ളിക്ക് എന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ പിന്നെ അടുത്ത ആളെന്ന് വെച്ചാൽ പിന്നെ അക്ബർ ഖാൻ. പുള്ളി ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഡീസൻ്റായി എന്ന് വിശ്വസിക്കാം. ഇനി അടുത്ത കുഴിക്കാൽ വെട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ പുള്ളിക്ക് വന്ന ആ ഒരു കാര്യങ്ങളും സംസാരങ്ങളെല്ലാം പുള്ളി ഇന്നലെ തന്നെ രേണുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സോറി പറഞ്ഞാണ്. അതങ്ങനെ തന്നെ പോയി കളിച്ച് പോട്ട്. പിന്നെ അടുത്ത് പറയാനുള്ളത് പിന്നെ അവിടെ രണ്ട് വേസ്റ്റായിട്ട് ഇനിയും ഉള്ള സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ശൈത്യയും മറ്റേ ശാരികയാണ്, KP ശാരിക. അത് വേസ്റ്റ് ചെയ്യാനെന്ന് പറയാം. ശാരീരികനെ കൊണ്ടൊരു ഗെയിം കളിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം പുള്ളിക്കാർ ഒരു ഗെയിമിലും കളിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. അവിടെ എവിടെയും തൂങ്ങിപ്പിടിച്ച് കുത്തിയിരിക്കുന്നത്, ചുമ്മാതെ ഈ ന്യായങ്ങൾ വായിൽ ഉരുളക്കിഴങ്ങിട്ട് സംസാരിക്കുന്ന മാതിരി ഒരു ഹെഡ് വെയിറ്റ് ഞാനിവിടെ അവിടുത്തെ എന്തോ ആണ് എന്നുള്ള രീതി ഇരിക്കുന്ന മാതിരി ഫീലാണ് ശാരീരികയിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവർക്കൊരു ഹോട്ട് സീറ്റ് ഉണ്ട്, അതിൽ കുറേ ആൾക്കാരെ പിടിച്ചിരുത്തുക, തോന്നിയത് പോലെ അങ്ങ് സംസാരിക്കുക. അതാണ് പുള്ളിക്കാരി. ഇപ്പോൾ ആ ഹോട്ട് സീറ്റിൽ നിന്ന് പുള്ളിക്കാരി ഇവിടുത്തെ പല യൂട്യൂബ് ചാനലിലെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഹോട്ട് സീറ്റിൽ പുള്ളി ഇറങ്ങാതെ അതേ ക്യാരക്ടറായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് ബിഗ് ബോസിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് വരിക, സംസാരിക്കുക എന്നൊരു കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അത് വെറും വേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അവർ തന്നെ പറഞ്ഞ പല കാര്യങ്ങൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മാറ്റി സംസാരിക്കുന്ന സ്വഭാവം ആ സ്ത്രീയിലുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ പറയത്തക്ക രീതിയിൽ പേര് രണ്ടാമത്തെ ക്യാപ്റ്റനാണ് ഷാനവാസ്. ഇനി ഷാനവാസ് എന്തൊക്കെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഓരോന്നോരോന്ന് കണ്ടറിയാം. ഷാനവാസും ഒരു കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന മാതിരി ഫീൽ ചെയ്യുന്നത്. അനുമോളാണ് ഏറ്റവും കൂടുതൽ നാണം കെട്ടുപോയത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അനുമോള് ഭയങ്കരമായിട്ട് നാണം കെട്ടുപോയി. അനുമോള് കാണിക്കുന്ന എല്ലാ ഷോയാണെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. അനുമോള് വെറും ഒരു ഷോ പീസാണെന്ന്. ആ സീരിയലും ഫോട്ടോഷൂട്ട് പോലെ ഷോ പീസ് മാത്രമാണ് അനുമോള്. അല്ലാതെ വേറെ കാര്യങ്ങളോ ഗുണങ്ങളോ ഒന്നും പുള്ളി. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന ഒരു ടീമിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും പഠിക്കാനുള്ള ഒരു കാര്യങ്ങളില്ല. എല്ലാം മറ്റേ ഇവിടെ കിടക്കുന്ന മാതിരിയുള്ള ആൾക്കാരാണ്, എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. അന്നേരം ലാലേട്ടിട്ടുണ്ടോ ഡ്രസ്സ് ഭയങ്കര മോശമായ ഡ്രസ്സ് തന്നെ പറയാം. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ഭയങ്കര മോശപ്പെട്ട കോസ്റ്റ്യൂമായിരുന്നു. അതങ്ങോട്ട് എന്ന് പറയാൻ വേണ്ടി. ഇന്നത്തെ കോസ്റ്റ്യൂം നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ ഇന്നത്തെ കോസ്റ്റ്യൂം
മോശമായിപ്പോയി. ചെരുപ്പ് തന്നെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനൊക്കെ ആ ഉടുപ്പ് അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് പറയട്ടാ. കോസ്റ്റ്യൂം വളരെ മോശമായിരുന്നു ഇത്. പിന്നെ ലാലേട്ടൻ ഇവരെയൊക്കെ അങ്ങോട്ട് എന്താ പറയണ്ടേ, ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ വരട്ടി നിർത്തണമെന്ന് തന്നെ പറയാം. കാരണം ഇവരൊക്കെ അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു ബണ്ണിൽ നമ്മൾ ബട്ടർ തേക്കുന്ന മാതിരിയാണ് ലാലേട്ടൻ സംസാരിച്ചിട്ട് പോയിരിക്കുന്നത്. ആ ഒരു ഫീലും എനിക്ക് കിട്ടി. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ പിന്നെ ഇവൻ്റെ അനീഷ് തറയിൽ നല്ല സപ്പോർട്ട് ചാനലിൻ്റെ വഴിയിൽ നിന്നുണ്ടെന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാം. കാരണം പുള്ളിയുടെ വശത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പുള്ളി ഇപ്പം എന്താ പറയുക, ലാലേട്ടൻ വരെ അതിൽ ഓക്കെ പറഞ്ഞ് പുള്ളി നല്ല ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പുള്ളിയുടെ തെറ്റുകുറ്റങ്ങളൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാം പ്രഷറായാലും പുള്ളിക്ക് വോട്ട് കൊടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആ നെവിൻ ബോറായി വരുന്നുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി അവിടെ ഇപ്പോൾ കളിച്ച് ഈ കപ്പ് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റം, ആറ്റിറ്റ്യൂഡൊക്കെ. പക്ഷെ അതൊക്കെ വെറും ചീപ്പ് ഷോ എന്ന് പറയാം. കാരണം എന്താ പറയുക, നെവിനൊക്കെ എന്താ പറയുക, ഒരു 2-3 പ്രാവശ്യം അവിടെ നിൽക്കുന്ന, ആ പ്രാവശ്യം ഔട്ടായി വീട്ടിൽ പോകുന്നു തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ എല്ലാവരും സന്തോഷം സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.